മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സന്തോഷം കണ്ടുകൊണ്ട് മോഹിനിയാണെങ്കിൽ ഇവരുടെ അടുത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സന്തോഷം കണ്ടിട്ട് എനിക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു. അതേസമയം ഇവരാണെങ്കിൽ എന്താണ് കാര്യമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ നിലമോളെ കാണാത്ത കാര്യങ്ങളെല്ലാം തന്നെ മോഹിനി അവിടെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ആകെ ഞെട്ടിവിറയ്ക്കുന്നു. നീ എന്താണ് ഈ പറയുന്നത്? നിലമോളെ കാണാനില്ലെന്നോ? ആ കുഞ്ഞ് അവിടെ എവിടെയെങ്കിലും കാണുമെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, ജനിച്ച് കുറച്ച് നാളായ കുഞ്ഞിനെ എവിടെ കാണാനാണ്? മുട്ടിൽ പോലും ഇല്ലാത്ത കുഞ്ഞാണ്, പിന്നെ എവിടെ കാണാനാണ്? അതിനെ കൊണ്ടുപോകാനായിട്ട് ആരെങ്കിലും നിങ്ങൾ ഏർപ്പാടാക്കിയോ എന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ആകെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളാണ് ഇതിന് പിറകിലെങ്കിൽ ആ കുഞ്ഞിനെ സ്നേഹിച്ചവരെല്ലാം തന്നെ നിങ്ങളെ പിന്നെ നല്ല രീതിക്ക് തന്നെ കണ്ടോളുമെന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും പറയുന്നുണ്ട്, നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്? ആർക്ക് എന്ത് സംഭവിച്ചാലും നീ എന്തിനാണ് ഞങ്ങളെ സംശയിക്കുന്നതെന്നെല്ലാം പ്രതാപനും മുത്തശ്ശിയും ചോദിക്കുന്നു. ആ കുഞ്ഞിനെ കാണാത്തത് നീ എന്തിനാണ് ഞങ്ങളുടെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവളോട് തന്നെ പോയി പറയണം. അവളുടെ കൂട്ടുകാരനും കൂടെയല്ലേ ആ കുഞ്ഞിനെ നോക്കിയത്, അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അവരോട് പോയി പറയണമെന്നെല്ലാം മുത്തശ്ശി പറയുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി കരുണ അവളുടെ ഭാഗത്താണെന്ന് വെറുതെ എന്നെ പറഞ്ഞു വരുത്തി തീർക്കുകയാണ്. കണ്ണനും മഹാലക്ഷ്മിക്കും എന്തോ ആപത്ത് വരാനുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളങ്ങനെ പറഞ്ഞതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. പ്രതാപേട്ട, നിങ്ങളാണ് ഇതിൻ്റെ പിറകിലെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കലും ജയിലിലോട്ട് പോകേണ്ട അവസ്ഥ വരില്ല. ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നവർ തന്നെ നിങ്ങളെ ഇല്ലാതാക്കിക്കൊള്ളുമെന്നെല്ലാം പ്രതാപനോടായിട്ട് പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എടാ അവൾ ആ മാർക്കോടെ കാര്യമാണോ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ആ മാർക്കോടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവൻ ഇനി എന്നെ തല്ലിക്കൊല്ലുമായിരിക്കും, എന്നാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ മോളോട് പറഞ്ഞിട്ടുള്ള വാക്ക് പാലിക്കാനായിട്ട് എനിക്ക് സാധിച്ചു, അത് മാത്രം മതിയെന്ന് പറയുകയാണ്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് തന്നെ നിൽക്കുകയാണ്. പിന്നീട് ആ ഒട്ടുപാലിനെ ഓടിച്ചിട്ട് അടിക്കുകയാണ് മാർക്കോയും അനന്തവും. അങ്ങനെ ഒട്ടുപാലിനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, എടാ നിൻ്റെ രൂപസാദൃശ്യം കണ്ടാൽ എനിക്ക് മനസ്സിലാവില്ല എന്നാണ് നീ വിചാരിച്ചത്? ഈ ഭൂമിയിലുള്ള ഏത് ഗുണ്ടയെ കണ്ടാലും എനിക്കറിയാമടാ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ ആണെങ്കിൽ അവനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്താടാ കുഞ്ഞിനെ ചെയ്തതെന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് മാർക്കോ അവനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ പിറകിൽ ആരാണെന്നുള്ള സത്യവും നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്ന് പറയാണ്. അങ്ങനെ ഗുണ്ടയാണെങ്കിൽ നിവൃത്തിയില്ലാതെ പറയാണ്, കുഞ്ഞിനെ ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് കൊണ്ടാണ് ഇട്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മാർക്കോയും അനന്തവും ആകെ ഞെട്ടി വിറയ്ക്കുകയാണ്. സാറേ, അവിടെ തെരുവ് നായ്ക്കളെല്ലാം ഒരുപാടുള്ള സ്ഥലമാണ്, അതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് തന്നെ എനിക്ക് പേടിയാണെന്നെല്ലാം മാർക്കോ പറയുന്നത് കേട്ട് അനന്തവും ആകെ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ അനന്ത് പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും മാർക്കോ? കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച് കാണുമോ എന്നാണ് എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ആ കുഞ്ഞ് ദൈവാധീനമുള്ളൊരു കുഞ്ഞാണെന്നും അതുകൊണ്ട് എത്ര നായ്ക്കൾ വന്നാലും ആ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല സാറേ, സാർ അതുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോകാമെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അനന്ത് പറയുന്നുണ്ട്, മാർക്കോക്കുള്ള വിശ്വാസം പോലും എനിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ ആ വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് രണ്ടുപേരും എത്തുന്നുണ്ട്. അങ്ങനെ കുഞ്ഞിനെ അവിടെയെല്ലാം അവർ തിരയുന്നുണ്ട്. പക്ഷേ ഭയങ്കര സ്മെല്ലായതുകൊണ്ട് ആനന്ദുവിനും മാർക്കോയ്ക്കും ആകെ അവിടെ നിന്ന് തിരയാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണ്. അങ്ങനെ അതെല്ലാം വകവയ്ക്കാതെ തന്നെ കുഞ്ഞിനെ അവിടെ എല്ലായിടത്തും അവർ തിരക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തും കുഞ്ഞിനെ കാണാതെ അവർ രണ്ടുപേരും അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് അനന്ത് പറയുന്നുണ്ട്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച് കാണുമോ മാർക്കോ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇവിടെ തെരുവ് നായ്ക്കളെല്ലാം വരുന്ന സ്ഥലമാണ് സാറേ, അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പേടി എന്ന് പറയുന്നു. നീ അങ്ങനെയൊന്നും പറയില്ലേ, എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു എന്ന് പറയുന്നുണ്ട്. സാറേ, ഇതൊക്കെ നടക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ്. ഒരിക്കലും നീ അങ്ങനെ പറയരുതേ, എൻ്റെ തല വെട്ടിപ്പൊളിയാണ്. ഇനി ഞാൻ എൻ്റെ കണ്ണനോട് എന്താണ് പറയേണ്ടത്? എൻ്റെ കുഞ്ഞിനെ കാണാതെ ആയിക്കൊണ്ട് ഞാൻ എങ്ങനെ ഇനി കണ്ണൻ്റെ മുന്നിലോട്ട് ചെല്ലുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അനന്തുവാണെങ്കിൽ ആകെ സങ്കടപ്പെടുകയാണ്. ഇത് കണ്ട് മാർക്കോയ്ക്കും വളരെ സങ്കടമാകുന്നുണ്ട്. പിന്നീട് ജാനമ്മയോടായിട്ട് വളരെ സങ്കടപ്പെട്ട് തന്നെ മഹി കരയാണ്, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് വന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ നോക്കാതെ ഇരുന്നല്ലോ ജാനമ്മ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളെ പിന്നെ എന്തിനാണ് ഞങ്ങളിവിടെ ഏൽപ്പിച്ചതെന്നെല്ലാം ചോദിച്ചുകൊണ്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരയാണ് മഹി. അതേസമയം കണ്ണനും അത് തന്നെയാണ് ജാനമ്മയോട് ചോദിക്കുന്നത്. മഹി ചോദിച്ചത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളെ ഞാൻ ഈ പൈസയും കൊടുത്ത് ഇവിടെ നിർത്തിയത് എൻ്റെ മോളെ നല്ല രീതിക്ക് നോക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ജാനമ്മയോട് ദേഷ്യപ്പെടുകയാണ് കണ്ണൻ. വളരെ സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലേഖയുടെ അടുത്തോട്ട് മഹി ഓടി വരുന്നുണ്ട്. നിന്നെ എന്തുകൊണ്ടാണ് ലേഖ ഞാൻ ഇങ്ങനെയെല്ലാം വഴക്ക് പറയുന്നതെന്നറിയാമോ? എൻ്റെ കുഞ്ഞിനെ നീ നല്ല രീതിക്ക് നോക്കാത്തത് കൊണ്ട് മാത്രമല്ലേ, നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയതെന്നെല്ലാം പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, മഹി നീ അങ്ങനെ ഒരിക്കലും പറയരുത്, ആരും മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ മഹി, ഇതെല്ലാം സംഭവിച്ചു പോയതല്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞ് എവിടെയാണ് കണ്ണേട്ടാ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കണ്ടെത്താമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്.
ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.